ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ പൊട്ടാറ്റോ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഞാൻ നന്നായിട്ട് ഉടച്ചു കൊടുക്കാതെ ഇങ്ങനെ വെച്ചത് കടിക്കാൻ കിട്ടുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ്. ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ഫില്ലിംഗ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ റവ മാവ് വെച്ചിട്ടാണ് ഇതിൻ്റെ ബേസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് റവ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാൻ 1 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. വെള്ളം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിനാവശ്യമുള്ളത്ര റവ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. വറുത്ത റവയൊന്നല്ല ഇതിനു വേണ്ടി യൂസ് ചെയ്തത്, വറുക്കാത്ത റവ തന്നെയാണ്. ഈ ഒരു വെള്ളത്തിന് എത്രത്തോളം റവ ആവശ്യം വരുമോ അത്രത്തോളം ചേർത്ത് കൊടുക്കണം. കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുക്കായി തുടങ്ങുമ്പം ഇതുപോലെ സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് ചൂടാറിക്കഴിഞ്ഞാൽ കറക്റ്റ് പരുവായിരിക്കും. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂട് പോയിട്ടുണ്ട്. നല്ലോണം ചൂട് പോകാൻ വെയിറ്റ് ചെയ്യണ്ട. ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം നമുക്ക് തവി വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് മയത്തിൽ കുഴച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മാവ് നല്ലോണം മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ 2 കൈയിലും കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം ചെറിയൊരു ബോൾ എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ കായടക്കൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പുറത്ത് വേറൊരു കോട്ടിങ്ങും നമ്മൾ കൊടുക്കുന്നില്ല. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ അത്യാവശ്യം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് കുക്കായതിന് ശേഷം മാത്രം തവി വെച്ചിട്ട് അനക്കി കൊടുത്താൽ മതി. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് ഇതിൻ്റെ. പിന്നെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ഫില്ലിങ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് പൊട്ടാറ്റോ വെച്ചിട്ട് ചെയ്തതേ ഉള്ളൂ. പിന്നെ ചിക്കൻ മസാല, ബീഫ്, അങ്ങനെ എന്ത് ഫില്ലിങ് വെച്ചിട്ടും, ചില്ലി മസാല, അങ്ങനെ എന്ത് ഫില്ലിങ് വെച്ചിട്ടും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്